ഹായ് ഗായ്സ് എന്താണെന്നറിയില്ല. നമ്മൾക്ക് അത്ര നല്ല ബീഫ് കിട്ടാറില്ല വാങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങുള്ളൂ ബീഫ്.
പോലെ തോന്നി. പിന്നെ നമ്മൾ 2 വട്ടം പോയപ്പോൾ അത്ര ദൂരം തോന്നുന്നില്ല. ആദ്യം പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, കുറച്ച് ലോങ് ആയിട്ട് തോന്നും. അങ്ങനെ നമ്മൾ നടക്കാണ്. നമ്മൾ കോർണിഷിലേക്ക് പോകാറുണ്ടല്ലോ, അവിടെ നിന്നും കുറച്ചുകൂടി അങ്ങോട്ട് അപ്പുറത്തെ സൈഡാണ് ബീച്ചിൻ്റെ നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗം. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള റൗണ്ട് അബൌട്ടാണ്. നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മൾ ചെണ്ടുമല്ലി പൂവുണ്ടല്ലോ, ഇപ്പം അതാണ് എല്ലാ ഭാഗത്തും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. നല്ല കട്ടയിൽ ഇങ്ങനെ നല്ല തിങ്ങി ഫ്ലവർ നിൽക്കണമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചൊരു ഏരിയയാണ്. നല്ല ഇപ്പോൾ പക്ഷേ പുല്ലൊക്കെ എന്താണെന്നറിയില്ല, വാടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പച്ച വിരിച്ച് കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവരെപ്പോഴും ഓടിക്കളിക്കാറുണ്ട്. ഇന്ന് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്കൊന്നും അധികം വീഡിയോ എടുത്തില്ല. അപ്പോൾ ചെട്ടുമല്ലിപ്പൂവിൻ്റെ ഭംഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുത്തു. പക്ഷേ നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഫോണിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ് കൊണ്ടും എല്ലാം കൊണ്ടും അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലെത്തി. സൂര്യൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്. നമ്മളല്ല, പിള്ളേർ കുളിക്കാനൊക്കെ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവർക്ക് ബീച്ചിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടം വേറെ ഒരു സ്ഥലത്തേക്കും പോകാനില്ല. ബീച്ചെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വാപ്പച്ചൂടെ ഇടയ്ക്കിടയ്ക്ക് പറയും ബീച്ചിൽ പോകാമെന്ന്. പക്ഷെ നമുക്ക് ഒഴിവ് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ. പിന്നെ വരികയാണെങ്കിൽ ഇവർക്ക് കുളിക്കാൻ വേണം. ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനൊന്നും പറ്റില്ല, വന്നു കഴിഞ്ഞാൽ കുളിക്കണം. അപ്പോൾ പിന്നെ ആ സമയം കൈ പിടിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്. അപ്പം നമ്മൾ ബീച്ചിലെത്തി. കുളിക്കാനൊക്കെ സെറ്റായിട്ട് ഡ്രസ്സും കാര്യങ്ങളും കളിക്കാനും മണ്ണിൽ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഇവിടെ വരുമ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ഇരിക്കാനുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. ഇവർക്ക് ജസ്റ്റ് മാറാനുള്ള ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വട്ടം വരുമ്പോൾ ഇരിക്കാനുള്ള മാറ്റും അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള ചിപ്സൊക്കെ ആയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ മാറ്റും വെള്ളവും ചിപ്സും കുറച്ച് ഫ്രൂട്ടൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ നമ്മുടെ പ്ലാനിങ്ങൊക്കെ പൊളിഞ്ഞു ഗൈസ്. നിറയെ ആളുകളെ കണ്ടപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഇതൊക്കെ പോയി. നിറച്ച തിരക്ക്, അത്രയും തിരക്ക്. ഫുള്ളും ബാച്ചിലേഴ്സ്. ഫാമിലി കുറവായിരുന്നു. ബാച്ചിലേഴ്സ് ആകുമ്പോൾ നമുക്കൊരു ഇതല്ലേ, ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഫാമിലീസ് കുറവായിരുന്നു ഇപ്രാവശ്യം. എന്താണെന്നറിയില്ല, ഫുള്ള് ബാച്ചിലേഴ്സാണ് ബീച്ചിൽ. അതുകൊണ്ട് നമ്മൾ പിന്നെ മാറ്റൊന്നും വിരിച്ചിട്ട് ഇരിക്കാനുള്ള ഇതൊന്നും ചെയ്തില്ല. കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ വെച്ചു. പിള്ളേർ പിന്നെ കളിക്കലും കുളിക്കലൊക്കെ ആയിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു. നമ്മൾ വരുമ്പോൾ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പം നടന്ന് വരുമ്പോൾ വാപ്പച്ചി ഇങ്ങനെ പറയുന്നുണ്ട് പോണോ നല്ല കാറ്റുണ്ട്, പിന്നെ പോവാൻ. പിന്നെ ഒരുങ്ങി പിന്നെ ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവന്മാർ ബീച്ചിൽ പോകാനുള്ള മൊത്തം പ്ലാനായിട്ട് വന്നിട്ട്
അങ്ങനെ പിന്നെ 6 മണിയായപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാപ്പച്ചി പറഞ്ഞു ആ മതി കളി നിർത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് എണീറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മണ്ണൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ചിപ്സും ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു, അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ആപ്പിളും വെള്ളം സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയത്. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനിങ് ഒന്നും നടന്നില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. രണ്ടുപേർക്കും നന്നായിട്ട് തണുത്തിട്ട് പാടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ സമാധാനമായി. പിന്നെ അവിടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. മമ്മൂൻ്റെ സ്റ്റെപ്പ് വല്ലാത്തൊരു സ്റ്റെപ്പാണ്. അവർ പറയുമ്പോൾ ഭയങ്കര നാണാണ്, അല്ലാത്തപ്പോൾ അവൻ ടി വിയിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ സ്റ്റെപ്പ് ഇടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്താണ് അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് തിരിച്ച് റൂമിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയി ഡിന്നർ പുറത്തുനിന്നാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ പിന്നെ പോകുന്ന വഴിയിലൊരു ചെറിയ നെസ്റ്റോ ഉണ്ട് കേട്ടോ, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. നമ്മളെന്നും ബീച്ചിൽ വരുമ്പോൾ ആ നെസ്റ്റോയിൽ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്, കുറച്ച് പേനയും പെൻസിലും ഒക്കെ വെക്കണേ. ഇവന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കലാണ് പണി. ഇവിടെ വേറെ ടോയ്സ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് നെസ്റ്റോൻ്റെ തന്നെ. ടോയ്സും സംഭവങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ അങ്ങനെ ഈ ഷോപ്പിലുള്ളത് ഇവിടെയുള്ള ഈ പെൻസില്, അതുപോലെ തന്നെ വെറൈറ്റി റബ്ബറുകൾ, ഇറേസർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കും. ഇവർക്ക് പറ്റിയ ഏരിയ ഇവിടെയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു ഒരു വെറൈറ്റി കട്ടറുകളും റബ്ബർ അതുപോലെ പെൻസിലൊക്കെ ഇവർ ജസ്റ്റ് എടുത്ത് കാണിക്കും വെച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പല ടൈപ്പ് റബ്ബറുകളുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. ഇവർ ഇടയ്ക്ക് വാങ്ങാനൊക്കെ പറയും. പിന്നെ വീട്ടിലുള്ള കാരണം പിന്നെ നമ്മൾ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിലും നടന്ന് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇവിടെ വെറൈറ്റി ബിസ്ക്കറ്റുകളും മിഠായികളൊക്കെ കണ്ടപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവർ കാണാത്ത ടൈപ്പ് പേരുള്ള മിഠായികൾ സംഭവങ്ങൾ അപ്പോൾ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. വാങ്ങാനൊന്നും പറയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ എടുത്ത് നോക്കണുള്ളൂ. ഐസ്ക്രീമിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ ഈ ഐസ് പോപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, എന്തോ ജെല്ല് പോലത്തെ എന്തോ നമ്മളെ സിപ്പൊക്കെ പോലത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അവരിങ്ങനെ എടുത്തു ഐസ്ക്രീമൊക്കെ നോക്കണുണ്ട്. പക്ഷെ തണുപ്പായിട്ട് നമ്മൾ ഐസ്ക്രീമൊന്നും വാങ്ങാറില്ല. പിന്നെ ഇവർ വെള്ളത്തിൽ കളിച്ച് ഏകദേശം തണുത്ത് വരച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ ജസ്റ്റ് നോക്കിയെന്നല്ലാണ്ട് വാങ്ങിയൊന്നുമില്ല. പിന്നെ കുറച്ച് ബേക്കറി ഈ സംഭവങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല കേട്ടോ.
വണ്ടടിച്ച് നോക്കിക്കാണ് ഉമ്മച്ചിയെ തീ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ഹാപ്പി ന്യൂ ഇയർ.